ഓരോ ഫുഡിൻ്റെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓരോ ഭക്ഷണത്തിൻ്റെ ഓരോ സാധനത്തിൻ്റെ കോഴിൻ്റെ മുട്ടൻ്റെ പാലിൻ്റെ എത്ര വൈറ്റമിൻ അടങ്ങിന്, എത്ര പ്രോട്ടീൻ അടങ്ങിന്, ഇതിൽ എന്തെല്ലാം വൈറ്റമിൻ ഉണ്ട്, എന്തെല്ലാം പ്രോട്ടീൻ ഉണ്ട്, ഇതിൽ കാൽസ്യം കൂടുതൽ, ആപ്പിളിൻ്റെ എത്ര, മുസമ്പിൻ്റെ എത്ര, ഓറഞ്ചിൻ്റെ എത്ര, ഓരോന്നിൻ്റെ കലോറി എത്ര, എത്ര കലോറി അടങ്ങി എല്ലാം സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ നോക്കുന്നുണ്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും ഇന്ന് നോളജ് ഭയങ്കര കൂടുതലാണ്. ഇത് ഇറങ്ങിയ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, എല്ലാം കിട്ടുന്നുണ്ട്. അറിയാത്തയും വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാം ഗൂഗിളിൽ നോക്കിയാൽ എല്ലാം മനസ്സിലാക്കാം. പക്ഷേ എന്നിട്ട് കഴിക്കുന്ന സമയത്ത് മാത്രം ഒരു അരുതിയും പരിധിയും ഒന്നുമില്ല. നല്ല ചോപ്പിച്ച ചപ്പാത്തി, നല്ല എണ്ണയുള്ളത്, നല്ല പൊരിച്ച കോഴി, പൊരിച്ച മീൻ, അതെല്ലാം പാങ്ങി നല്ല വായിൽ കഴിക്കുന്ന തന്നെ. എന്നിട്ട് പോരാ അതിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പോൾ നമുക്കിതെല്ലാം അറിയുമെങ്കിലും നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഇതെല്ലാം നോക്കിയിട്ട് കുറച്ച് കഴിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊരിച്ചും കരിച്ചൊക്കെ കഴിക്കുക. നമ്മളൊരു മിതത്വം പാലിക്കുക എല്ലായിടത്തും.